നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ചില പ്രത്യേക വസ്തുക്കൾക്കായി പ്രത്യേകതരം മാർക്കറ്റുകൾ കാണും. മാങ്ങയ്ക്കൊരു മാർക്കറ്റ്, തേങ്ങയ്ക്കൊരു മാർക്കറ്റ്, തക്കാളിക്കൊരു മാർക്കറ്റ്, വെണ്ടയ്ക്കൊരു മാർക്കറ്റൊക്കെ. അവിടെ ചെന്നാൽ മാങ്ങ വ്യത്യസ്ത തരത്തിലുള്ള ഒരു 100 എണ്ണം കാണും. ഞാൻ ചൈനയിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട് 100 രാജ്യങ്ങളിലെ വ്യത്യസ്തമായ മാങ്ങകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാങ്ങാണ്ടിയും കാണുമെന്നുള്ളതിൻ്റെ തെളിവാണ് സൂരി ഉസ്താദ് രാവിലെ ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടൻറ്റ്. ഞാൻ അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കണ്ടൻറ്റ് ഞാനൊന്നെടുത്ത് അങ്ങയോടും അങ്ങയെ കേൾക്കുന്നവരോടും ഈ സമൂഹത്തിലുള്ളവരോടും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കുട്ടിയോട് നിൽക്കട്ടെ, പേരോട്ട തന്തന്റെ വർത്താനം തീരുമാനാക്ക്. ഇതെല്ലാം മനസ്സിലാക്കണ്ടേ നിങ്ങള്? സത്യം പറഞ്ഞാല് ഈ പ്രഭാഷണത്തിന് ശേഷം പേരോട് ഉസ്താദിനോടും ബഹുമാനപ്പെട്ട പൊന്മുസ്താദിനോടൊക്കെയുള്ള ഹുബ്ബ് 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അവരെത്ര കൃത്യമായി കാലെ കൂട്ടി നമ്മൾ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചു. യഥാർത്ഥ ഷെയ്ഖന്മാരാണെന്നും ഷൈഖന്മാരോടൊപ്പമാണെന്നും സൂഫിധാര ഇതാണെന്നും പറയുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്നതാ പേരോട് ഉസ്താദിനെ. ഒരു പണ്ഡിതനായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അംഗീകരിക്കണ്ട. ഒരു മുസൽമാനായിട്ട് അംഗീകരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഒരു മനുഷ്യൻ അവരുടെ മരണപ്പെട്ടു പോയി ഉപ്പാക്ക് വിളിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? എന്താണ് ഇതിന്റെ നൈതികത? നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ തന്തക്ക് വിളിക്കാൻ നിങ്ങൾ വിശുദ്ധമായി ഖുർആന്റെ ആയത്തുകൾ ഓതും തെളിവായിട്ട്, അല്ലേ? നിങ്ങളുടെ കാര്യം തെളിവില്ലേ? അതാണ് നിങ്ങൾക്ക് എല്ലായിടത്തും തെളിവുണ്ട്. രണ്ടാമത്തെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യഥാർത്ഥ മുസ്ലിം ആത്മീയത കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ വായിൽ നിന്ന് വരേണ്ട വർത്തമാനമല്ലിത്. ഇതൊക്കെ മാർക്കറ്റുകളിൽ പോലും ആളുകൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള വൃത്തികെട്ട സംസാരമാണിത്. ഇതൊരു മുസൽമാന്റെ ഭാഷയുമല്ല. എൻ്റെ സുഹരി ഉസ്താദ് പറയുന്നത്, നിങ്ങൾ പണ്ഡിതനാണെന്ന് അംഗീകരിക്കേണ്ട, വേറൊന്നും അംഗീകരിക്കേണ്ട, ഒരു മുസൽമാനാണെന്ന് ഉള്ളൊരു കരുതലുണ്ടാവണ്ടേ? ഒരു മുസ്ലിമായ ആളിൻ്റെ വായിൽ നിന്ന് വരുന്നതാണോ ഈ വാക്കുകൾ? നിങ്ങൾക്കിങ്ങനെയൊക്കെ പറയാൻ ഖുർആനും ഹദീസുമൊക്കെ തെളിവായിട്ടുണ്ട് തുടങ്ങിയ വളരെ അർത്ഥഗർഭമായ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് മാത്രമോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒരു വിഭാഗത്തെ അങ്ങടോ ഇങ്ങടോ മാറ്റി നിർത്തി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല അൻസാരി സുഹരി ഉസ്താദെ. മുസ്ലിം സമുദായം സംഘടനാ ഫാസിസത്തിൽപ്പെട്ട് പരസ്പരം തമ്മിലടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ആ ഒരു സമൂഹത്തിനോട് മുഴുവൻ ചോദിക്കേണ്ട ചോദ്യമാണ് അങ്ങ് ഏതെങ്കിലും ഒരാളിൻ്റെ ഒരു ശബ്ദമെടുത്ത് മറ്റൊരാളിനെ റെഫറൻസ് പോയിൻ്റായിട്ട് വെച്ച് വ്യാഖ്യാനിച്ചത്. മുസ്ലിം സമുദായത്തിലെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ പ്രസ്താവന എടുത്ത് നോക്കിയാൽ ഏറ്റവും നീചവും നികൃഷ്ടവും മനുഷ്യത്വ വിരുദ്ധവും ഹീനവുമായി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ മുസ്ലിം സംഘടനകൾ പരസ്പരമാണ്. പിന്നെ ആ സംഘടനകൾക്കകത്തുമാണ്. അങ്ങനെയുണ്ട്. ആന്തരിക സംഘർഷങ്ങളുമുണ്ട്, അന്തർധാരാ സംഘർഷങ്ങളുമുണ്ട്. ബാക്കിയുള്ളവരോടെല്ലാം അവർ ബഹുമാനത്തിലാണ് സംസാരിക്കുന്നത്, അവരിടപെടുന്നത്. അവർക്കാകെ അഭിപ്രായ വ്യത്യാസവും എന്തും പറയാനൊക്കുന്നത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കെതിരെ മാത്രമേ ഉള്ളൂ. ഞാനത് ചോദിക്കട്ടെ, ഇപ്പോൾ പുള്ളി പറഞ്ഞല്ലോ, ഉസ്താദ് പറഞ്ഞില്ലേ, എന്താ പേരോട് ഉസ്താദിനെ തന്തയ്ക്ക് വിളിക്കുന്ന കാര്യം? ഇത് പേരോട് ഉസ്താദിനെ കൊണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങ് തീർന്നെന്നിരിക്കട്ടെ. വേറൊരാളിനെതിരെ ഒന്ന് വിളിക്കാവോ? ഈ സമുദായത്തിൻ്റെ ചട്ടക്കൂട് വിട്ട് പുറത്തേക്കിറങ്ങി ഒന്ന് വിളിക്കാവോ? വിവരം അറിയുമെന്ന് ആർക്കറിയാം? അവർക്കറിയാം. അപ്പോഴാണ് നമുക്കൊരു ചിന്ത തോന്നിപ്പോകുന്നത്. ഏതോ ഒരു യുക്തിവാദി പറഞ്ഞതുപോലെ, ഈ പരലോകവും പടച്ചവനും ഇല്ല എന്ന് ഈ ഭൂമിയിലെ പ്രവൃത്തി കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് 2 പേരുടെ പ്രവൃത്തികളിൽ നിന്നാണ്, 2 കൂട്ടരുടേത്. ഒന്ന്, ഇതില്ലെന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളിൽ നിന്ന്. 2, ഇതുണ്ടെന്ന് നടന്ന് പ്രചരിപ്പിക്കുകയും എന്നാൽ ഇതുപോലെ യാതൊരു മര്യാദയുമില്ലാതെ വർത്തമാനം പറയുന്ന, ദുനിയാവിന് വേണ്ടി എന്തും ചെയ്യുന്ന, സംഘടനകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, അതിനുവേണ്ടി ആരെയും കളവാക്കുന്ന, എന്തിനേയും വളച്ചൊടിക്കുന്ന ഇത്തരം സമുദായ മുതലാളിമാരുടെ ഇടപെടലുകളിൽ നിന്നുമാണ്. അവർക്ക് നല്ല കൊയ്ത്താണ്, അവർക്ക് നല്ല കോളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അൻസാരി സുഹരി ഉസ്താദ് ഇതൊരെണ്ണം കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അങ്ങൊക്കെ ജീവിക്കുന്നത് ഏത് ബനാന റിപ്പബ്ലിക്കിലാണെന്ന് വിചാരിച്ചു. ഇത് പ്രചരിപ്പിക്കുന്നതും ഇത് തമ്മിലടിപ്പിക്കുന്നതും ഇതിൽ കൊരുപ്പുണ്ടാക്കുന്നതും കൊരുക്കുന്നതും എല്ലാം ഈ പറയുന്നതിനകത്ത് തന്നെ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇപ്പം ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ സീറ്റ് വേറൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ ഏൽപ്പിച്ചാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് തിരിച്ചു വാങ്ങാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെള്ളിയാഴ്ചത്തെ കുത്തുബ അല്ലെങ്കിൽ ജുമാ വേറെ ആർക്കെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പോയാൽ എത്ര പള്ളികളിലുണ്ടെന്നറിയാമോ? തിരിച്ചു വരുമ്പോൾ പിന്നെ അവന് കൊടുക്കില്ല. എന്നിട്ട് ആ ഉസ്താദ് ചോദിക്കുന്നത്, ഇതൊക്കെ മുസ്ലിങ്ങളുടെ ഭാഷയാണോ, മുസ്ലിമാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഇവിടുത്തെ ഒരു സ്പെസിഫിക് ലാംഗ്വേജാണിത്. ലാംഗ്വേജ് ഓഫ് തറോട്ടിക്കലി നിക്കൽ പ്രോപ്പർട്ടിക്കലി.